തൃശൂർ ജില്ലയിലെ തീരദേശ രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾ നിർണ്ണയിക്കുന്ന കയ്പമംഗലം നിയോജക മണ്ഡലത്തിലും വോട്ടെടുപ്പിൻ്റെ ചൂടൊഴിഞ്ഞു. ഇനി മെയ് 4 വോട്ടെണ്ണൽ ദിനത്തിലേക്കാണ് മണ്ഡലത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ. ബൂത്ത് തലത്തിലുള്ള കണക്കുകൾ കൂട്ടിക്കിഴിച്ച് വിജയമുറപ്പിക്കാനുള്ള തിരക്കിലാണ് മുന്നണികൾ. LDFന് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലത്തിൽ ഇത്തവണ പ്രവചനാതീതമായ പോരാട്ടമാണ് നടന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. മണ്ഡലത്തിലുടനീളം മികച്ച പോളിംഗാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. തീരദേശ മേഖലകളിലെ ബൂത്തുകളിൽ രാവിലെ മുതൽ തന്നെ സ്ത്രീകളുടെയും യുവാക്കളുടെയും വലിയ നിര ദൃശ്യമായിരുന്നു. പൊതുവെ സമാധാനപരമായി നടന്ന വോട്ടെടുപ്പിൽ കൂടിയ പോളിംഗ് ശതമാനം തങ്ങൾക്ക് അനുകൂലമാകുമെന്ന വ്യാഖ്യാനത്തിലാണ് LDFും UDFും. മണ്ഡലം രൂപീകൃതമായതിനു ശേഷമുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വിജയിച്ച LDF ഇത്തവണയും ആ വിജയ തുടർച്ച നിലനിർത്തുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ്. കഴിഞ്ഞ 10 വർഷമായി മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികളും സിറ്റിംഗ് MLAയുടെ ജനകീയ ഇടപെടലുകളും വോട്ടായി മാറിയെന്ന് ഇടത് ക്യാമ്പ് വിലയിരുത്തുന്നു. കയ്പമംഗലം മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി KK വത്സരാജ് വൻ ഭൂരിപക്ഷത്തോടെ വിജയം ഉറപ്പാക്കിയ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പോളിംഗിന് ശേഷമുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോഴും കഴിഞ്ഞ പ്രാവശ്യം ടൈസൺ മാസ്റ്റർക്ക് കിട്ടിയ ഭൂരിപക്ഷത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ടൈസൺ മാസ്റ്റർ MLAയുടെ നേതൃത്വത്തിൽ ഈ മണ്ഡലത്തിൽ നടന്നിട്ടുള്ള നിരവധിയായ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും മുൻനിർത്തിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഈ പോളിംഗിൻ്റെ ശതമാന വർധനമൊക്കെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. പരമ്പരാഗത ഇടതു വോട്ട് ബാങ്കുകൾക്ക് പുറമെ സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളുടെ വോട്ടുകളും തങ്ങൾക്ക് ലഭിച്ചുവെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. ശക്തമായ ഭരണവിരുദ്ധ വികാരം വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടെന്നാണ് UDFിൻ്റെ പ്രധാന വിലയിരുത്തൽ. LDFിൻ്റെ കോട്ടകളിൽ വിള്ളൽ വീഴ്ത്താൻ കഴിഞ്ഞുവെന്നും പുതുമുഖ വോട്ടർമാരുടെയും തീരദേശത്തെ ഒരു വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഇത്തവണ തങ്ങൾക്കാണെന്നും UDF വിശ്വസിക്കുന്നു. പ്രചാരണ രംഗത്തെ മികവ് പോളിംഗ് ബൂത്തിലും പ്രതിഫലിച്ചിട്ടുണ്ടെന്നും മികച്ച ഭൂരിപക്ഷത്തിൽ മണ്ഡലം പിടിച്ചെടുക്കുമെന്നും കോൺഗ്രസ് ക്യാമ്പ് അവകാശപ്പെടുന്നു. കയ്പമംഗലം നിയോജകമണ്ഡലം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി കുടിവെള്ളം. ആ വിഷയങ്ങളിൽ ഒന്നും ഇടപെടാൻ പറ്റാത്തത് ഇപ്പോഴത്തെ ഭരണ സംവിധാനത്തിന് ഭരണവിരുദ്ധ വികാരം ഉറപ്പായിട്ടുണ്ടാകും. ഐക്യജനാധിപത്യ മുന്നണിയുടെ മികച്ച സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. വന്നു കഴിഞ്ഞാൽ ഒട്ടേറെ കാര്യങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം കൊടുക്കുമെന്ന പ്രതീക്ഷ വലിയ മാറ്റം വരുത്തും. യുവ വോട്ടർമാർ, പുതിയ വോട്ടർമാർ വളരെ നല്ല രീതിയിൽ UDFിനോട് പ്രതികരിക്കുന്നുണ്ട്. ഞങ്ങൾക്കത് ഫീൽഡിൽ വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടതാണ്. അതും ഗുണകരമാകും എന്നാണ് പ്രതീക്ഷ. പൊതുവെ സംസ്ഥാന തലത്തിലുള്ള ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വലിയൊരു പ്രതിഫലനം കയ്പമംഗലം നിയോജകമണ്ഡലത്തിലുണ്ടാകും. ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി നല്ലൊരു ഭൂരിപക്ഷം വോട്ടിൻ്റെ വ്യത്യാസത്തിൽ വിജയിക്കുമെന്നാണ് പ്രതീക്ഷ. BDGSനും BJPക്കും നല്ല സ്വാധീനമുള്ള മേഖലകളിൽ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യിക്കാൻ കഴിഞ്ഞുവെന്ന ആശ്വാസത്തിലാണ് NDA. കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് വിഹിതം വലിയ തോതിൽ വർദ്ധിപ്പിക്കാനും ആര് ജയിക്കണമെന്ന് തീരുമാനിക്കുന്ന നിർണായക ശക്തിയായി മാറാനും തങ്ങൾക്ക് കഴിഞ്ഞുവെന്ന് അവർ വിലയിരുത്തുന്നു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നല്ലൊരു മുന്നേറ്റമുണ്ടാക്കാൻ NDAക്ക് കഴിഞ്ഞിട്ടുണ്ട്. മികച്ചൊരു NDA സ്ഥാനാർത്ഥിയായിരുന്നു. നല്ല രീതിയിൽ സമാധാനപരമായ ഒരു തിരഞ്ഞെടുപ്പ് നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു. കഴിഞ്ഞ 2016 തെരഞ്ഞെടുപ്പിൽ 30,040 വോട്ടുകളോളം ഞങ്ങൾ BJP നേടിയിട്ടുണ്ടായിരുന്നു തക്ഷണ ഉണ്ണികൃഷ്ണൻ നിന്ന സമയത്ത്. അപ്പം അതിൽ കൂടുതൽ നല്ലൊരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. വിജയ സാധ്യത തന്നെയാണ് ഞങ്ങൾക്ക് മുന്നിലുള്ളത്. മണ്ഡലത്തിൻ്റെ നട്ടെല്ലായ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും വോട്ടുകൾ എങ്ങോട്ട് തിരിഞ്ഞു എന്നത് ഏറ്റവും വലിയ നിർണായക ഘടകമാണ്. ചില പഞ്ചായത്തുകളിൽ ഇന്നും രൂക്ഷമായ കുടിവെള്ളക്ഷാമവും ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട പ്രാദേശിക പ്രശ്നങ്ങളും വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ടാകും. പുതുതായി വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച വലിയൊരു ശതമാനം വരുന്ന യുവ വോട്ടർമാർ ആർക്കൊപ്പം നിന്നു എന്നത് ഫലത്തെ മാറ്റിമറിച്ചേക്കാം. ബൂത്തുകളിൽ നിന്നുള്ള കണക്കുകൾ അനുകൂലമാണെങ്കിലും നിശബ്ദ വോട്ടർമാരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് കൃത്യമായി പ്രവചിക്കാൻ മുന്നണികൾക്ക് കഴിയുന്നില്ല. കണക്കുകൂട്ടലുകൾക്കും അവകാശവാദങ്ങൾക്കും ഇനി താൽക്കാലിക വിരാമം. ജനവിധി ആർക്ക് അനുകൂലമാണെന്ന് വ്യക്തമാക്കാൻ സ്ട്രോങ് റൂമുകൾ തുറക്കുന്ന മെയ് 4 വരെ കയ്പമംഗലത്തിന് കാത്തിരിക്കേണ്ടി വരും.